അതെ, ജനനായകൻ വിജയ് ഇനി തമിഴ് മണ്ണിന്റെ ഭരണനായകൻ. There are so many jackals and other animals in the forest, but there will be only one lion, and even if it is single, it will be the king of jungle. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കന്നി അംഗത്തിൽ നടൻ വിജയിയുടെ പാർട്ടി നേടിയത് 107 സീറ്റുകൾ. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായെങ്കിലും സർക്കാർ രൂപവത്കരിക്കാനുള്ള കേവല ഭൂരിപക്ഷം തികക്കാൻ ഇനിയും വേണം 11 MLA-മാരുടെ പിന്തുണ. 234 അംഗ നിയമസഭയിലെ മാജിക് നമ്പറായ 118 തികക്കാൻ വിജയും TVKയും എന്തു ചെയ്യുമെന്നാണ് തമിഴക രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. നിലവിൽ DMK-യുമായി സഖ്യത്തിലുള്ള കോൺഗ്രസ്, CPI, CPM, VCK തുടങ്ങിയ പാർട്ടികളുടെ പിന്തുണ തങ്ങൾക്ക് ലഭിച്ചേക്കുമെന്നാണ് TVKയുടെ ഉന്നത വൃത്തങ്ങൾ നൽകുന്ന സൂചന. കോൺഗ്രസ് ഇക്കുറി 5 സീറ്റിലാണ് വിജയിച്ചത്. CPM, CPI, VCK എന്നീ പാർട്ടികൾ ജയിച്ചതാകട്ടെ 2 സീറ്റുകളിൽ മാത്രമാണ്. 2006-ൽ കേവല ഭൂരിപക്ഷമില്ലാതിരുന്ന DMK സർക്കാർ പുറമേ നിന്നുള്ള പിന്തുണയോടെ ഭരിച്ച സാഹചര്യത്തിന് സമാനമാണ് ഇപ്പോഴത്തേതെന്ന് TVKയുടെ ഒരു മുതിർന്ന നേതാവ് ചൂണ്ടിക്കാണിക്കുന്നു. DMK സഖ്യത്തിൽ നിന്നുള്ള പാർട്ടികൾ TVKയെ പിന്തുണക്കുന്ന പക്ഷം സഖ്യത്തിൽ വിള്ളലുണ്ടാകുമെന്നതും ഉറപ്പാണ്. TVKക്ക് മുന്നിലുള്ള മറ്റൊരു സാധ്യത AIADMK നേതൃത്വം നൽകുന്ന മുന്നണിയിലെ പാട്ടാളി മക്കൾ കക്ഷിയുടെ പിന്തുണ സ്വീകരിക്കുക എന്നതാണ്. 5 സീറ്റുകളാണ് ഇവരുടെ സമ്പാദ്യം. അതേസമയം AIADMKയുമായി ഏതെങ്കിലും വിധത്തിൽ നേരിട്ടുള്ള സഖ്യത്തിന് വിജയ് മുതിരാനുള്ള സാധ്യത വിരളമാണ്. കാരണം അവരുടെ BJP ബാന്ധവം തന്നെ. TVKയുടെ ആശയപരമായ എതിരാളി എന്നാണ് വിജയ് BJPയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ BJPയുമായി സഖ്യത്തുള്ള AIADMKയുമായി കൈകോർക്കാൻ വിജയ് തയ്യാറാകില്ല. എക്കാലവും DMKക്കൊപ്പം നിന്ന ചെന്നൈ നഗരത്തെയാണ് TVK പോക്കറ്റിലാക്കിയത്. യുവ വോട്ടർമാരും മുതിർന്ന വോട്ടർമാരിൽ ഒരു വിഭാഗവും വിജയ്ക്ക് വോട്ട് ചെയ്തതാണ് DMKയുടെ കനത്ത പരാജയത്തിന് സുപ്രധാന കാരണം. വോട്ടെടുപ്പ് ദിനത്തിൽ യുവ വോട്ടർമാർ കൂട്ടത്തോടെ പോളിംഗ് ബൂത്തിലെത്തിയതും മുൻപെങ്ങും ഇല്ലാത്ത ആവേശവും നഗരത്തിന്റെ മനം മാറുന്നതിന്റെ സൂചന നൽകിയിരുന്നു. വോട്ട് ചെയ്യാൻ വിമുഖത കാണിക്കാറുള്ള അപ്പർ ക്ലാസ് വിഭാഗം കൂടുതലായി പിന്തുണച്ചതും TVKയാണ്. ഭരണമാറ്റത്തിനായി ജനം ആഞ്ഞുകുത്തിയപ്പോൾ സംസ്ഥാനത്ത് പകുതിയിലേറെ മന്ത്രിമാർക്കും തോൽവിയുടെ കൈപ്പുനീർ. മത്സരിച്ച 32 പേരിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അടക്കം 17 പേരും തോറ്റു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൃത്യമായി വിലയിരുത്തിയ ശേഷം മാത്രമേ TVKക്ക് പിന്തുണ നൽകുന്ന കാര്യം തീരുമാനിക്കൂ എന്നാണ് CPM വൃത്തങ്ങൾ നൽകുന്ന സൂചന. TVKയുടെ അമ്പരപ്പിക്കുന്ന മുന്നേറ്റത്തിന് പിന്നാലെ വിജയിയെ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ഇത് തമിഴ് രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് TVK സഖ്യത്തെക്കുറിച്ച് ചർച്ചകൾ നടന്നിരുന്നെങ്കിലും അവസാന നിമിഷം കോൺഗ്രസ് DMKക്കൊപ്പം നിൽക്കുകയായിരുന്നു. എന്നാൽ DMK നേരിട്ട കനത്ത പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നിലപാട് മാറ്റുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്.